വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. LGSന്റെ പുതിയ അപ്ഡേഷൻ ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും രാവിലെ തന്നെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് പുതിയ അറിവിലേക്കായിട്ട് ഞാൻ ഒന്നുകൂടി പറയാണ്. അതായത് LGSന്റെ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അല്ലേ. ഏകദേശം 16,617 പേരാണ് സാധ്യതാ ലിസ്റ്റിലുള്ളത്. ഇനി അത് കൂടാതെ മറ്റ് അപ്ഡേഷൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് 9 ജില്ലകളിൽ, നമ്മുടെ കേരളത്തിലെ 9 ജില്ലകളിൽ മുൻ ലിസ്റ്റിനേക്കാൾ ഉദ്യോഗാർത്ഥികൾ കൂടുകയും അതുപോലെ തന്നെ 4 ജില്ലകളിൽ കുറഞ്ഞു വരികയാണ് ചെയ്തത്. അപ്പോൾ ഓരോ ജില്ലകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കോട്ടയം ഒഴികെ 13 ജില്ലകളിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് സാധ്യത ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കോട്ടയം ഒഴികെയാണ്. ഇനി അതുകൂടാതെ മെയിൻ ലിസ്റ്റിൽ 7000 സംതിങ് പേരാണുള്ളത്. സപ്ലിമെൻ്ററിയിൽ 8282 പേരും, അതുപോലെ തന്നെ ഭിന്നശേഷി ലിസ്റ്റിൽ 336. അങ്ങനെ മൊത്തം 16,617 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഈ സാധ്യതാ ലിസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 9 ജില്ലകളിൽ ഇത്തവണ ഉദ്യോഗാർത്ഥികൾ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ലിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 9 ജില്ലകളിൽ വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ 4 ജില്ലകളിൽ കുറഞ്ഞു വരുന്ന പ്രവണതയാണ് കണ്ടിരിക്കുന്നത്. ഇനി കഴിഞ്ഞ തവണ 14 ജില്ലയിലുമായിട്ട് ഏകദേശം 16,618 പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഏകദേശം സെയിം ആണല്ലേ, 16,618. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 16,617 പേര് അല്ലേ, സെയിം ലിസ്റ്റാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അത് ഓർത്ത് വയ്ക്കുക, തിരുവനന്തപുരം ജില്ലക്കാർക്ക് ആയിട്ടൊരു ആശ്വാസമാണ് അല്ലേ. 277 കുറവ് വയനാട് ജില്ലയിലാണ്. 728 പേരെയാണ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ മുൻ ലിസ്റ്റിനേക്കാൾ ഉദ്യോഗാർത്ഥികൾ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ, കാസർഗോഡ് ജില്ലകളിലാണ് ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയായി റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വൻ സാധ്യതയാണ്. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശമൊക്കെ പറഞ്ഞ ആ ഒരു LGS എക്സാമിൻ്റെ സമയത്ത് പറഞ്ഞ കട്ട് ഓഫുകളൊക്കെ തന്നെയാണ് ഓരോ ജില്ലയിലും അല്ലേ. കട്ട് ഓഫുകൾ 49.67 മുതൽ 73.67 വരെയാണ് നമ്മൾ കട്ട് ഓഫായിട്ട് LGSൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ഇത്തവണ നമുക്കറിയാം 49.67 എന്നൊക്കെ പറയുമ്പോൾ ഒരു മീഡിയം ലെവലാണ് അല്ലേ. 73 പോയിന്റ് എന്നാണ് കുറച്ചുകൂടി ഹൈ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടിയ കട്ട് ഓഫ് മാർക്ക് പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ കുറവ് ഇടുക്കി ജില്ലയിലുമാണ്. അത് നിങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതലും, ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കുറവ്. ഇനി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞതായിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ കൂടി കഴിഞ്ഞ തവണ 65.33 മുതൽ 72.62 വരെ ആയിരുന്നു നമുക്ക് കട്ട് ഓഫ് നിശ്ചയിച്ചിരുന്ന ആ ഒരു മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ഓഫ് വച്ചിട്ട് നമുക്ക് അടുത്ത ആ ഒരു LGS വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒഴിവുകൾ അല്ലെ, ഏതൊക്കെയാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രയൊക്കെയാണ് ഒഴിവുകൾ നികത്തിയിരിക്കുന്നതൊക്കെ അനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ LGS ഒക്കെ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരാത്തവരൊക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്ത് നമുക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഒരു സാധ്യത അല്ലെങ്കിൽ നമുക്കൊരു വാല്യുവേഷനാണ്, സെൽഫ് വാല്യുവേഷനാണ് അടുത്ത സെക്ഷനിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത എക്സാമിലേക്കുള്ള ഒരു വാല്യുവേഷൻ കൂടിയാണിത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് സാധ്യത ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് മുൻ ലിസ്റ്റിൽ പെട്ടവരാണ്. അതുപോലെ തന്നെ ഇതിൽ മെയിൻ ലിസ്റ്റുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റുണ്ട്, ഭിന്നശേഷിയുണ്ട്. അതുപോലെ തന്നെ ആകെ ഓരോ ജില്ലയുടെയും കട്ട് ഓഫ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം 1904 അല്ലേ, ബ്രാക്കറ്റിൽ മുൻ ലിസ്റ്റാണ് 1024. നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് മുൻ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ. അതുപോലെ തന്നെ കൊല്ലം 634, അതുപോലെ തന്നെ 606. അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 70 മുന്നേ വന്നിരിക്കുന്നത് 70.33 അല്ലേ. തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ 65.33 മുന്നത്തെ കട്ട് ഓഫ് 69. അപ്പോൾ കട്ട് ഓഫ് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ആകെ ലിസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുക. അതുപോലെ തന്നെ പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ 403, കഴിഞ്ഞ തവണത്തെ 367 ഉണ്ടായിരുന്നത്.
അവിടുത്തെ കട്ട് ഓഫ് വരുന്നത് 52.67 ആണ്. മുന്നുണ്ടായിരുന്ന കട്ട് ഓഫ് 66.33 ആണ്. അതുകൂടാതെ ആലപ്പുഴ വരുന്നത് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടത് 520, സപ്ലിമെൻ്ററിൽ 546. മുന്നുള്ളത് നോക്കുക, മുന്നുള്ളത് 456 മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി 419 ആണ്. അതുപോലെ തന്നെ അവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 67.67. കഴിഞ്ഞ തവണ അവിടെ കട്ട് ഓഫ് കൂടുതലായിരുന്നു അല്ലേ, 68.33 ആയിരുന്നു. ഇനി അതുപോലെ തന്നെ ഇടുക്കി നോക്കുകയാണെങ്കിൽ 446 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്, 378 പേരാണ് കഴിഞ്ഞ തവണ മുൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററിയിൽ നോക്കുകയാണെങ്കിൽ 465, കഴിഞ്ഞ തവണ 348 ഉണ്ടായിരുന്നത്. ഇനി അതുകൂടാതെ അവിടുത്തെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 49.67, കഴിഞ്ഞ തവണ കൂടുതലായിരുന്നു അല്ലേ, 65.33 ആയിരുന്നു കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഇനി അതുകൂടാതെ എറണാകുളം നോക്കുകയാണെങ്കിൽ 793, അവിടെ വലിയ വ്യത്യാസമില്ല. മുൻ ലിസ്റ്റിലെ 796 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ടായിരുന്നത് 829, മുന്നുണ്ടായിരുന്നത് 738. ഇനി അവിടുത്തെ കട്ട് ഓഫ് നമുക്കൊരു ഒരു മീഡിയം ലെവൽ ഓഫ് കട്ട് ഓഫ് ആയിരുന്നു അല്ലേ, 68.33, 66 മുന്നുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ 687, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 643, അവിടെ കട്ട് ഓഫ് വരുന്നത് 73.67 ആണ്. കഴിഞ്ഞ തവണ കുറവായിരുന്നു, 69.33 ആണ് കഴിഞ്ഞ തവണ വെച്ച്, ഈ തവണത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണത്തെ ആ ഒരു കട്ട് ഓഫ്. ഇനി അതുപോലെ തന്നെ മലപ്പുറം നോക്കുകയാണെങ്കിൽ 720 ആണ് മെയിൻ ലിസ്റ്റിൽ വരുന്നത്, മുന്നത്തെ ലിസ്റ്റിൽ വരുന്നത് 694 ആണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 750, അതുപോലെ തന്നെ മുന്നുണ്ടായിരുന്നത് 650 പേരാണ്. അവിടെ കട്ട് ഓഫ് 61.33 ആണ് കട്ട് ഓഫ് വരുന്നത്, മുന്നത്തെ കട്ട് ഓഫ് കൂടുതലായിരുന്നു അല്ലേ, 71.67 ആയിരുന്നു കട്ട് ഓഫ് വരുന്നത്. ഇനി അതുപോലെ തന്നെ കോഴിക്കോടും 690 ആണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, മുന്നേ വന്നിരുന്നത് 802 പേര് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി നോക്കുകയാണെങ്കിൽ 725, അതുപോലെ തന്നെ മുന്നേ 733 പേരാണ് ഉണ്ടായിരുന്നത്, അവിടെ കട്ട് ഓഫ് വരുന്നത് 73 ആയിരുന്നു, മുന്നത്തെ 72 ആണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഇനി അതുകൂടാതെ വയനാട് നോക്കുകയാണെങ്കിൽ 344 പേരാണ്, മുന്നേ ഇതിലും കുറവായിരുന്നു, 276 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. അതുകൂടാതെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 364 പേര്, കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ 252 പേരാണ് ഉണ്ടായിരുന്നത്. ഇനി അതിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 68, മുന്നത്തെ കട്ട് ഓഫ് 67.33, വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ. ഇനി അതുകൂടാതെ കണ്ണൂർ നോക്കുകയാണെങ്കിൽ 648 മെയിൻ ലിസ്റ്റാണുള്ളത്, കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ 567 പേര്, കുറവായിരുന്നു അല്ലേ, ഈ തവണ കൂടുതലാണ്. ഇനി അതുകൂടാതെ സപ്ലിമെൻ്ററി നോക്കുകയാണെങ്കിൽ 674, കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 59.33. അതുപോലെ തന്നെ കാസർഗോഡ് നോക്കുകയാണെങ്കിൽ 398, കഴിഞ്ഞ തവണ കൂടുതലായിരുന്നു, 438 പേരാണ് ഉണ്ടായിരുന്നത്. ഇനി ആകെ അതുപോലെ തന്നെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 68, കഴിഞ്ഞ തവണ 66. അപ്പം അങ്ങനെയാണ് ഈ കട്ട് ഓഫ് ലെവലും കട്ട് ഓഫും ഓരോ ജില്ലയിലെയും കട്ട് ഓഫും അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റുകളും സപ്ലിമെൻ്ററി ലിസ്റ്റുകളും കഴിഞ്ഞ തവണയും ഈ തവണയും കമ്പയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു പ്രചോദനം കൂടിയാണ്, നമുക്കൊരു സാധ്യത കൂടിയാണ് നമുക്ക് തരുന്നത് അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നറിയാനായിട്ടുള്ള ഒരു സാധ്യത കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇവാലുവേഷൻ കൂടിയാണ് ഇവിടെ വരുന്നത്. അപ്പം അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, വളരെ ഉപകാരപ്പെടും നിങ്ങൾക്ക് ആ ഒരു വാലുവേഷൻ, അല്ലെങ്കിൽ ഓരോ ജില്ലയും എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് നെക്സ്റ്റ് ആ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ടുള്ളൊരു വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ താങ്ക് യു.